നമസ്കാരം. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത പാർട്ടിയാണ് എക്കാലത്തും മുൻപിലെന്നാണ്. പാർട്ടി നേതാക്കൾ പാർട്ടിക്ക് വിധേയപ്പെട്ട് പാർട്ടിയുടെ താഴെ കഴിയണം. അത് എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ CPMനെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും അധികം അധ്വാനിച്ച എക്കാലത്തെയും ഏറ്റവും വലിയ നേതാവായ EMS നമ്പൂതിരിപ്പാട് പോലും അച്ചടക്ക നടപടിക്ക് വിധേയനായി. പിന്നീട് CPM കണ്ട ഏറ്റവും വലിയ നേതാവായ VS-നെതിരെയും അച്ചടക്ക നടപടി എടുത്തിരുന്നു. കേരളത്തിൽ CPMനെ കെട്ടിപ്പടുക്കാൻ ഏറ്റവും അധികം അധ്വാനിച്ച രണ്ട് നേതാക്കൾ KR ഗൗരിയമ്മയും MV രാഘവനും പാർട്ടിയിൽ നിന്നും പുറത്തായി. പുറത്താകുന്ന നേതാക്കളെ വഴിനീളെ പരിഹസിക്കാനും മർദ്ദിക്കാനും ഇല്ലാതാക്കാനും പോലും സഖാക്കൾ ശ്രമിച്ചു. അതാണ് പാർട്ടിയുടെ കരുത്ത്. പാർട്ടി ആയിരിക്കണം പരമം, പാർട്ടിയുടെ തീരുമാനമായിരിക്കണം പരമാധികാരം എന്നത് CPMന്റെ നയമാണ്. അതിൻ്റെ മൂർധന്യത്തിലെത്തിയത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയപ്പോഴാണ്. 17 വർഷത്തിലധികം പിണറായി വിജയൻ കസേരയിലിരുന്നു. അന്ന് മുഖ്യമന്ത്രിമാർ പോലും അപ്രസക്തമായിരുന്നു. പിണറായി എന്ന പാർട്ടി സെക്രട്ടറി പാർട്ടി എന്ന വ്യാജേനെ പാർട്ടിയെ അടക്കി വാണു. എന്നാൽ ഈ 18 വർഷം കൊണ്ട് പിണറായി പാർട്ടിയുടെ സർവാധികാരങ്ങളും ഇല്ലാതാക്കി പാർട്ടി എന്നാൽ പിണറായിയാക്കി മാറ്റി. അതിന് തുടർച്ചയായിരുന്നു പിണറായി വിജയന് മുഖ്യമന്ത്രി സ്ഥാനം. പാർട്ടിയെ പിണറായിയാക്കി മാറ്റിയ പിണറായി 10 വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നപ്പോൾ പാർട്ടിയും മുഖ്യമന്ത്രിയും സർക്കാരും ഒന്നായി മാറി. പകരം വന്ന പാർട്ടി സെക്രട്ടറിമാർക്ക്, അത് കോടിയേരിയാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും, ശബ്ദിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ആരൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ വരണം, ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മന്ത്രിയാവണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പിണറായി വിജയൻ മാത്രമായി. പാർട്ടി നേതാക്കൾ വെറും നോക്കുകുത്തികളായി. പിണറായിക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ വെട്ടിയൊതുക്കി. മുതിർന്ന നേതാക്കളെ മന്ത്രിസ്ഥാനത്തുനിന്ന് പുറത്താക്കി നോക്കുകുത്തികളാക്കി. കണ്ണൂരിലെ ഏറ്റവും കരുത്തനായ ജനപിന്തുണയുള്ള P ജയരാജനെ നിശൂന്യനാക്കി. പിന്നീട് ജനകീയ മുഖമായി വളർന്നു വന്ന രണ്ടുപേർ KK ശൈലജയും K രാധാകൃഷ്ണനും. അവരെ രണ്ടിനെയും ഒതുക്കാനുള്ള നീക്കമായി. രാധാകൃഷ്ണനെ മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ലോക്സഭയിലേക്ക് അയച്ചത് ഒതുക്കുന്നതിന് ഭാഗമായിരുന്നു. KK ശൈലജ ജയിച്ചിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. ഒടുവിൽ KK ശൈലജയും ഓടിക്കുന്നതിന് വേണ്ടി ലോക്സഭാ മത്സര സ്ഥാനാർത്ഥിയാക്കി. തോറ്റുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയ KK ശൈലജയെ ഇക്കുറി തോൽവി ഉറപ്പിക്കാൻ KPCC പ്രസിഡന്റ് സണ്ണി വക്കീലിന്റെ മണ്ഡലത്തിലേക്ക് അയച്ചു. കുടിയേറ്റ കർഷകർ UDFന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നറിയാവുന്നതുകൊണ്ട് തന്നെയാണ് KK ശൈലജയെ അങ്ങോട്ട് അയച്ചത്. ഇതൊക്കെ പിണറായി ചെയ്തത് താൻ സർവാധികാരിയാണ് എന്ന ഉത്തമബോധ്യം കൊണ്ട് മാത്രമല്ല, താൻ ചക്രവർത്തിയാണ്, പ്രജകളൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന മിഥ്യാബോധം കൊണ്ടാണ്. സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ ആരെയും അനുവദിക്കാത്തതുകൊണ്ട് രാജസ്തുതികളാൽ എല്ലാവരും പിണറായിയോട് പറഞ്ഞു, നിങ്ങൾ രാജാവാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ജയിക്കുമെന്ന്. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പിണറായി അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. ഇത്രയും വലിയൊരു പരാജയം ജനങ്ങൾ നൽകുമെന്ന് പിണറായി സ്വപ്നത്തിൽ കരുതിയില്ല. കഷ്ടിയാണ് ധർമ്മടം മണ്ഡലത്തിൽ പോലും രക്ഷപ്പെട്ടു പോയത്. CPMനല്ലാതെ മറ്റാർക്കും ജയിക്കാൻ കഴിയാത്ത പയ്യന്നൂരും തളിപ്പറമ്പും നഷ്ടപ്പെട്ടു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഒതുക്കുന്നതിന് വേണ്ടി അവരുടെ ബലഹീനതകൾ തിരിച്ചറിഞ്ഞ് ഭാര്യമാർക്ക് സ്ഥാനം കൊടുത്തായിരുന്നു പിണറായി ഈ സർവാധിപത്യം ഉറപ്പിച്ചത്. പിണറായി കൂടാതെ പോളിറ്റ് ബ്യൂറോയിലുള്ള മറ്റ് രണ്ട് നേതാക്കൾ ബേബിയെ മാറ്റിവയ്ക്കാം, വിജയരാഘവനും MV ഗോവിന്ദനും. രണ്ടുപേരുടെയും ജനബന്ധമില്ലാത്ത ഭാര്യമാർക്ക് സീറ്റ് കൊടുത്തു. രണ്ടുപേരുടെയും മുഖം കണ്ടാൽ തന്നെ ധാർഷ്ട്യമാണ് അലങ്കാരമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്യില്ല. പാർട്ടി കൈവിട്ടു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി പ്രവർത്തകർ നിശബ്ദമായി പ്രതികാരം ചെയ്തു. സകല അഹങ്കാരികളെയും തേച്ചൊട്ടിച്ച് നാട് കടത്തി. അങ്ങനെ അവർ പാർട്ടിയെ തിരിച്ചുപിടിച്ചു. ഇനി പാർട്ടിക്ക് ജീവശ്വാസമുണ്ടാവും, പാർട്ടി പച്ചപ്പോടെ തഴച്ചു വളരും എന്നവർ പ്രതീക്ഷിച്ചെങ്കിലും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവ് താനാണെന്ന് പ്രഖ്യാപിക്കുന്നു. പിണറായിയുടെ അടിമകളായ പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യം ചർച്ച ചെയ്യാതിരുന്നത് പേരുദോഷം ഒഴിവാക്കാനാണ്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലും തനിക്കാണ് ഭൂരിപക്ഷമെന്ന് അറിയാവുന്നതുകൊണ്ട് അടിമകളായ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നിരത്തിയിരുത്തി പിണറായി വിജയൻ തൻ്റെ ആഗ്രഹം തുറന്നു പറയുകയും ആ ആഗ്രഹത്തിന് സംസ്ഥാന കമ്മിറ്റി പച്ചക്കൊടി കാണിക്കുകയും ചെയ്തു. പിണറായി എന്ന ദുർഭൂതത്തിൽ നിന്നും CPM എന്ന പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ കഷ്ടപ്പെട്ട് ഇച്ഛാശക്തിയോടുകൂടി വർഗശത്രുക്കൾക്ക് ബാലറ്റിൽ ആഞ്ഞുകുത്തിയ പാർട്ടി സഖാക്കൾ ഞെട്ടിത്തരിച്ചുപോയി. അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല പിണറായി ആ കസേരയിൽ നിന്നിറങ്ങി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോയിരിക്കുമെന്ന്. അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയാത്തതുകൊണ്ട്, അകമ്പടിയില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പിണറായി പ്രതിപക്ഷ നേതാവ് എന്ന സുരക്ഷിതമായ പണിയിലേക്ക് മാറിയത്. പിണറായിയാണ് പാർട്ടി എന്നതുകൊണ്ട് തന്നെ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന നേതാക്കൾ പിണറായിക്ക് കീ വിളിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരം പോലുമില്ല എന്ന് പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോയി. പക്ഷേ പാർട്ടി പ്രവർത്തകർ അത് സമ്മതിക്കില്ല. ഇന്നലെ വരെ പിണറായി ശക്തനായിരുന്നു, ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധം ശക്തൻ. ആ ശക്തിയിൽ ഭയക്കുന്നത് പാർട്ടി നേതാക്കൾ മാത്രമാണ്, അണികളല്ല. അവർക്ക് ഭയമില്ലാത്തതുകൊണ്ടാണ് അവർ വോട്ട് ചെയ്ത് പുറത്താക്കിയത്. അതുകൊണ്ട് തന്നെ നിർഭയം അവർ രംഗത്തേക്ക് വരുന്നു.
സാധാരണ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കാതെ മുമ്പോട്ട് പോയാൽ പാർട്ടി ഉണ്ടാവില്ല എന്ന് ജില്ലാ നേതാക്കൾക്ക് തിരിച്ചറിഞ്ഞു. ഇത് തന്നെയാണ് UDF-ലും സംഭവിച്ചത്. പാർട്ടി നേതൃത്വത്തിന്, ഹൈക്കമാൻഡിന് KC വേണുഗോപാൽ വേണമായിരുന്നു. എന്നാൽ അണികൾക്ക്, പ്രവർത്തകർക്ക് VD സതീശൻ വേണമായിരുന്നു. ആ വികാരത്തിന് മുൻപിൽ കോൺഗ്രസ് പാർട്ടി മുട്ടുമടക്കുകയായിരുന്നു. അതേ മുട്ടുമടക്കൽ തന്നെ ഇവിടെ പാർട്ടി പ്രവർത്തകർക്ക് മുമ്പിൽ CPM-നും ചെയ്യേണ്ടി വരും. CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി അവരെടുത്ത ഒരു തീരുമാനം അവർക്ക് പുനഃപരിശോധിക്കേണ്ടി വരും. അത്ര വലിയ വികാരമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ മാറ്റത്തിന് ഒരു കാരണം കൂടിയുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബിക്ക് അഴിച്ചുപണി വേണം എന്ന ആഗ്രഹമുണ്ട്. MA ബേബി അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് നിർഭയം പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ അഭിപ്രായം പറയാമെന്ന്. ആരും ഒന്നും നിങ്ങളെ തടയില്ല എന്ന്. ആ ആത്മവിശ്വാസത്തിൽ നിർഭയം പാർട്ടി പ്രവർത്തകർ അഭിപ്രായം പറയാൻ തുടങ്ങുന്നു. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റാണ് ആദ്യം വെടിപൊട്ടിച്ചത്. പത്തനംതിട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ അയ്യപ്പൻ്റെ നാടാണ്. അയ്യപ്പനെ അപമാനിച്ച്, അയ്യപ്പനെ മോഷ്ടിച്ച്, അയ്യപ്പനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച CPM ഭീകരതയ്ക്കെതിരെ വിശ്വാസികളായ പാർട്ടിക്കാർക്കും വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ CPM സെക്രട്ടേറിയറ്റിൽ അവർ തീർത്തു പറഞ്ഞു, ഇത് ഭരണവിരുദ്ധ വികാരമാണ്, പിണറായി വിരുദ്ധ വികാരമാണ്. അത് തിരിച്ചറിയാതെ തിരുത്താൻ പറ്റില്ല. പാർട്ടിക്ക് തിരുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും പിണറായി ആ സ്ഥാനത്തുനിന്ന് മാറണം, പുതിയ നേതൃത്വം വരണം. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ ഉണ്ടായത്. പിണറായി വിജയനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും ഉണ്ടായത്. ഗോവിന്ദൻ മാഷ് തൻ്റെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കി, പിണറായി വിജയൻ തൻ്റെ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കി എന്ന് അവർ തുറന്നു പറഞ്ഞു. ഈ നിർഭയമായ വെളിപ്പെടുത്തൽ ഒരു കൊടുങ്കാറ്റ് പോലെ പാർട്ടി അണികൾക്കിടയിൽ പടരുകയാണ്. കൊല്ലത്ത് ഇത് തന്നെ ആവർത്തിച്ചു. കൊല്ലം ജില്ലയിൽ നിന്നും ജയിച്ചു വന്ന KN ബാലഗോപാലാണ് പിണറായി കഴിഞ്ഞാൽ ഇപ്പോൾ നിയമസഭയിലുള്ള ഏറ്റവും സീനിയറായ നേതാവ്. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏൽപ്പിച്ച് പാർട്ടിയെ നവീകരിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നതൊപ്പം പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും രാജിവെക്കണം, M സ്വരാജിനെ പോലുള്ളവർ വരണം എന്ന വാദമായിരുന്നു ഉയർന്നത്. അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പിണറായി വീണ്ടും കസേരയിലിരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തും രൂക്ഷമായ പ്രതികരണമുണ്ടായി. എന്തിനു പറയുന്നു, CPM-ന്റെ ഏറ്റവും ഉറച്ച കോട്ടയായ പിണറായിയുടെ സ്വന്തം നാടായ കണ്ണൂരിൽ ഇതേ കലാപം ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ട്. 3 ജില്ലാ സെക്രട്ടേറിയറ്റിലും ശക്തമായ പ്രതികരണം പിണറായിക്കെതിരെയും ഗോവിന്ദനെതിരെയും നേതൃത്വത്തിനെതിരെയും ഉണ്ടായിരിക്കുന്നു. ഈ കൊടുങ്കാറ്റ് മറ്റ് ജില്ലകളിലേക്ക് പടർന്നു പിടിക്കുമെന്നാണ് റിപ്പോർട്ട്. എല്ലാ ജില്ലാ കമ്മിറ്റികളിലും, എല്ലാ ഏരിയ കമ്മിറ്റികളിലും, എല്ലാ ലോക്കൽ കമ്മിറ്റികളിലും പിണറായി സർക്കാരിനെതിരെ, പിണറായിക്കെതിരെ, പാർട്ടി സെക്രട്ടറിക്കെതിരെ വികാരം ശക്തമാണ്. മാറണമെങ്കിൽ, പാർട്ടി നന്നാവണമെങ്കിൽ ഈ നേതൃത്വം ഒഴിഞ്ഞു പോകണം എന്നവർ ഒരുമിച്ച് പറയുന്നു. CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമാണ് പ്രതികരിക്കുന്നവരെ, പ്രതിരോധിക്കുന്നവരെ പുറത്താക്കുന്നതാണ് CPM-ന്റെ ചരിത്രം. അങ്ങനെ പുറത്താക്കാനാണെങ്കിൽ പാർട്ടി നേതാക്കൾ മാത്രമേ ഉണ്ടാവൂ. അണികൾ മുഴുവൻ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അണികളായി ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും, അതിനു മുമ്പ് നിങ്ങൾ സ്വയം പുറത്താവൂ എന്ന നിലപാടിലേക്ക് പാർട്ടി മാറുന്നു. പത്തനംതിട്ടയിൽ തുടങ്ങി കൊല്ലത്തും കണ്ണൂരിലും എത്തിയ കൊടുങ്കാറ്റ് CPM വൃത്തങ്ങളിലേക്ക് മുഴുവൻ പടർന്നു പിടിക്കുകയാണ്. നിശബ്ദമായി പാർട്ടി പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി MA ബേബി പിന്തുണയ്ക്കുന്നു. പാർട്ടിയുടെ മറ്റു മുതിർന്ന നേതാക്കളും ഈ മാറ്റത്തിന് വേണ്ടി നിലവിളിക്കുന്നു. വലിയൊരു കൊടുങ്കാറ്റത്തിന് രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ പാർട്ടിയിലുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ചിരുന്നിരിക്കുന്ന ആ കസേര അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുന്നു. നോക്കുക, കസേരയിൽ പോയി ഇരുന്നിട്ടും പിണറായി തൻ്റെ ധൂർത്ത് തുടരുന്നു. പ്രതിപക്ഷ നേതാവിന് കന്റോൺമെൻറ്റ് ഹൗസ് എന്ന് പറയുന്ന സർക്കാർ മന്ദിരമുണ്ട്. ആവശ്യത്തിലധികം സൗകര്യങ്ങളുള്ള ഈ സർക്കാർ മന്ദിരത്തിൽ സൗകര്യം കുറവാണെന്നാണ് പിണറായിയുടെ ചിന്ത. അതൊരു ഓഫീസായി ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ വാടക വീടെടുത്തു. പിണറായി വിജയൻ 4500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വാടക വീടാണ് എടുത്തത്. ദിനേശ് ബീഡി തൊഴിലാളികൾക്ക് ദേശാഭിമാനി ദിനപത്രം വായിച്ചു കൊടുക്കുന്ന പണി മാത്രമാണ് പിണറായി വിജയൻ ഇതിനു മുമ്പ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. തൊഴിലാളി നേതാവായ പിണറായിക്ക് ലോകമെമ്പാടും പോയി അത്യാഡംബര ഹോട്ടലുകളിൽ തങ്ങി ശീലിച്ചതുകൊണ്ട് 4500 സ്ക്വയർ ഫീറ്റിൽ കുറഞ്ഞ വീട്ടിൽ താമസിക്കാൻ മടിയാണ്. കന്റോൺമെൻറ്റ് ഹൗസിന് അതിനേക്കാൾ വലിപ്പമുണ്ടെങ്കിലും സൗകര്യം കുറവാണ് എന്നാണ് പിണറായിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് കന്റോൺമെൻറ്റ് ഹൗസ് ഓഫീസായി ഉപയോഗിച്ച് പിണറായി വിജയൻ 4500 സ്ക്വയർ ഫീറ്റുള്ള ആഡംബര വാടക വസതിയിലേക്ക് മാറിയിരിക്കുന്നു. ഈ ആഡംബര വസതി ഒഴിഞ്ഞു പോയില്ലെങ്കിലും കന്റോൺമെൻറ്റ് ഹൗസ് പിണറായിയുടെ കൈവിരലുകൾക്കിടയിലൂടെ ചോർന്നു പോയേക്കും എന്നാണ് റിപ്പോർട്ട്. അതെ, CPM-നുള്ളിൽ കലാപം ആരംഭിച്ചിരിക്കുന്നു. ആത്മാഭിമാനമുള്ള പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് പറയുന്നു, അയാളെ പുറത്താക്കൂ, ആ കസേരയിൽ അയാളെ ഇരുത്തരുതേ എന്ന്.